അപ്പോൾ 2 ആഴ്ച മുമ്പ് മോട്ടർ അടിച്ചു പോയിട്ട് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്ത വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മിററൊക്കെ ഞാൻ ഊരി മാറ്റിയതാണ്. കാരണം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മിറർ കാണാനില്ല വണ്ടി ഡെലിവറി എടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ അത്രയും നല്ല സർവീസ് ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോയതാണ്. വണ്ടീൻ്റെ അവസ്ഥ അറിയാം, പൊരി വെയിലാണ്. പല വണ്ടികളുണ്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ടിപ്പിക്കൽ ഓല സർവീസ് സെൻറ്റർ അതാണ്. വണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുള്ള് ചാളി പിടിച്ച് മഴയും വെയിലും എല്ലാം കൊണ്ട് സീറ്റിലൊക്കെയുള്ള ടെക്സ്ചർ നിങ്ങൾക്ക് കാണാം. പുതിയ സീറ്റ് ആയതുകൊണ്ട് കീറിയിട്ടില്ല, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടീൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത്ര പുതിയ വണ്ടി. ആകെ 7000 കിലോമീറ്റർ എന്താണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓല ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ വണ്ടി ഇത്ര ദിവസം ചാർജ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഡിസ്ചാർജ് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വണ്ടീൻ്റെ ബാറ്ററി എന്താവുക, കുറച്ച് ടൈം കഴിഞ്ഞാൽ ഡീപ്പ് ഡിസ്ചാർജ് ആയി പോവുക. അപ്പോൾ അത് വാറണ്ടിയിൽ കവേർഡും അല്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ 2 ആഴ്ചത്തോളമായി വണ്ടി ഇവിടെ വെച്ചിട്ട്. ഓക്കെ, 35% ചാർജ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ വണ്ടീൻ്റെ ഡീപ്പ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കേടായി, പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം വരെ നമ്മൾ കാത്തിക്കേണ്ടി വരില്ലേ? ഇവരെ ഷോറൂമിൽ വെച്ചാൽ നമ്മളെ വീട്ടിൽ വെച്ചാലൊക്കെ ഡീപ്പ് ഡിസ്ചാർജ് സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഒന്നാണ്. മനസ്സിലായില്ലേ? അതായത് ഒരു ലിഥിയം ബാറ്ററിൻ്റെ ഒരു മിനിമം വോൾട്ടേജ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബാറ്ററി ഡാമേജ് ആവും. അപ്പോൾ അതാണ് ഡീപ്പ് ഡിസ്ചാർജ്. അപ്പോൾ അത് ഇവിടെ സർവീസ് സെൻറ്ററിൽ വെച്ചിട്ട് ഇവർ ചാർജും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വണ്ടി പൊരി വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്ററി ഡാമേജ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പുതിയ വണ്ടിയെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? 4 ചോക്ക് നിങ്ങൾ. ഓക്കെ, എന്തായാലും ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഓൾറെഡി കുറയും. അപ്പോൾ ഇതിലിത് നന്നാക്കി നമുക്ക് തന്നാലും നമ്മൾ പുതിയ വണ്ടി പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടീൻ്റെ ഒരു ബാറ്ററി തരുന്ന പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ എൻ്റെത് ആദ്യം 1 മാസം കിടന്ന്, ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. മീൻസ് വലിയൊരു ലോങ് ആയിട്ട് കിടക്കുന്നത്. അതിന് മുമ്പൊക്കെ 1 ആഴ്ച 2 ആഴ്ച വെച്ചിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 2 ആഴ്ചയായി. ഇതിനിപ്പോഴും മോട്ടർ എപ്പോൾ എത്തും, ഇപ്പോൾ നന്നാക്കി കിട്ടും, ഒരു ഇതുമില്ല. ഇവിടെ സെയിൽസ് തുറന്നിട്ടുണ്ട്, പക്ഷേ സർവീസ് തുറന്നിട്ടില്ല. അവർക്ക് സെയിൽസ് ആണല്ലോ പ്രധാനം. പോരെ തനി സ്വഭാവം തന്നെ. ഓക്കെ, സെയിൽസ് തുറന്നിട്ടുണ്ട്. സെയിൽസ് എപ്പോഴും ഓപ്പണാണ്. ഞാൻ ഒലേൻ്റെ ആർക്ക് എന്ത് പറ്റിയാലും സെയിൽസ് അവരെങ്ങനെയായാലും ഓപ്പൺ ആക്കും. സർവീസ് സെൻറ്ററിന് ഇടയ്ക്കിടയ്ക്ക് ലീവാണ്, കാരണം സെയിൽസ് ആണല്ലോ പ്രാധാന്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഒല എടുക്കുന്നവരോട് പല വീഡിയോകളായിട്ട് ഞാൻ പറയുന്നതാണ്, നമ്മളെപ്പോലെ ബാക്കിയുള്ളവരും വന്ന് പെടരുത് എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ യൂട്യൂബറോ വ്ളോഗറോ ഒന്നുമല്ല. ഓക്കെ, ആകെ ഞാൻ ഈ ഒലേൻ്റെ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോ എടുത്ത് ഇടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇനി ആൾക്കാർ ഇതിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഒല എടുക്കുന്ന എല്ലാവരും ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, താങ്ക് യു.